നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്തംകുളം പഴഞ്ഞിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ആശുപത്രിയിൽ ചികിത്സയിൽ. ഗുരുവായൂരിൽ കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കഴുത്തു ഞെരിച്ചതിന്റെയും വായ പൊത്തിപ്പിടിച്ചതിന്റെയും ലക്ഷണങ്ങൾ കണ്ടെത്തി. ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്നും റിപ്പോർട്ട്. ഗുരുവായൂർ ചാമുണ്ടേശ്വരിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പ്രദേശത്ത് വിഹരിക്കുന്നത് 30ഓളം തെരുവുനായ്ക്കൾ. അന്നമനടയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ 11കാരന് തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തി തുറന്ന് കവർച്ച. 5.5 പവനും സ്വർണവും നഷ്ടപ്പെട്ടു. മോഷ്ടാവ് അകത്ത് കയറിയത് വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രില്ല് പൊളിച്ചു. മുന്നറിയിപ്പില്ലാതെ ദേശീയപാത സർവീസ് റോഡ് അടച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നതായി പഞ്ചായത്ത്. വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളം പഴഞ്ഞിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിതാവും മകളും മരിച്ചു. അരുവായി MD കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടയ്ക്കപ്പറമ്പിൽ 50 വയസ്സുള്ള സിബി, മകൾ 18 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ അപകടനില തരണം ചെയ്തതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സിബിയെ കിണറ്റിലും മകളെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യയും മകനും വിഷം ഉള്ളിൽ ചെന്ന നിലയിലായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൂട്ടാത്മഹത്യയിലെ ഞെട്ടൽ മാറാതെ അയൽവാസികൾ. ഈ കൂട്ട ആത്മഹത്യാ ശ്രമം നടന്ന മടക്കനായ്ക്കൽ സിബിയുടെ വീടാണ് നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത്. പഴഞ്ഞി മടക്കനായ്ക്കൽ സിബി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയത്. അദ്ദേഹം ഖത്തറിൽ ഡിസൈനറായിരുന്നു. ഈ നാട്ടിലെത്തി. പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ഈ വിവരം, ഈ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരം നാടറിയുന്നത്, പോലീസ് അറിയുന്നത്. പോലീസാണ് ആദ്യം അറിഞ്ഞതല്ലേ? അതെ. അത് സ്റ്റേഷനിൽ വിളിച്ച് ഈ ആദിത്യൻ, ഈ സിബിയുടെ മകനായ ആദിത്യൻ സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ച് കിടക്കുകയാണ്, പോലീസ് വേഗം വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുന്നു. അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചതിന് ശേഷം പിന്നീട് പയ്യൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞു, മോനെ എന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു വന്നപ്പോൾ ഞങ്ങളും വല്ലാണ്ട് ആശങ്കപ്പെട്ടു. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ സമയം വളരെ ലിമിറ്റാണ് നമുക്ക്, നീ വേഗം സമയം കളാണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആൾക്കാരെ വിളിക്കുക, അപ്പോഴേക്കും അതിനകത്ത് ഞങ്ങൾ പോലീസോടെ എത്തിക്കും പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുധാകരൻ എന്നുള്ള ചേട്ടൻ്റെ അടുത്ത് കൂട്ടി വിവരം പറയുന്നു. അദ്ദേഹം ഞാൻ അവരോട് മോനെ ഫോൺ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിന് ഫോണ് അവിടെ കൊടുത്തപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ സുധാകരനോട് ചോദിച്ചു എന്താ ഉണ്ടായി ചോദിച്ചപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് സിബിയുടെ ഭാര്യ ബീന, അതുപോലെ മകളും 2 ദിവസം മരിച്ചു വെക്കുന്നുണ്ട്, മറ്റേ അതിനൊക്കെ കാണാനില്ല, മകനും ഇങ്ങനെ സമീപമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്താം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം സ്റ്റേഷനിൽ ജീപ്പായിട്ട്. സ്റ്റേഷനിൽ ജീപ്പിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതല്ലേ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു ഇത്. ഇവിടെ വന്ന വഴിക്ക് ആദ്യം നമ്മൾ വിളിച്ചത് ആംബുലൻസിനാണ് ഫസ്റ്റ് വിളിച്ച്. പിന്നീട് ഞങ്ങൾ ഈ പയ്യൻ തന്നെ പറഞ്ഞ അച്ഛൻ കിണറ്റിലായിരുന്നു, ആംബുലൻസ് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ മേലാധികാരികളെ അപ്പം തന്നെ ഞങ്ങൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് മേലാധികാരികളെ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ആംബുലൻസ് വരാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ഇവർക്ക് മിടിപ്പുണ്ടായിരുന്നു, ബീനയ്ക്ക്, സിബിയുടെ ഭാര്യ ബീനയ്ക്ക് മിടിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നേരം തന്നെ ഇവരെ ബീനേനെയും ഇവനും ഈ കുട്ടിയും ആദ്യത്തിനും വിഷം കഴിച്ചിട്ടുണ്ട്. ഇവരും ഒന്നിച്ച് ജീപ്പ് കയറ്റിയിട്ട് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിൽ കുട്ടി ആദിത്യൻ പറഞ്ഞിട്ടാണ്, ഞാനാണ് ആദിത്യനോട് പറയുന്നത് അടുത്ത വീട്ടിൽ നിന്ന് ആളെ വിളിക്കാൻ. അങ്ങനെ ആദിത്യൻ അടുത്ത വീട്ടിൽ നിന്ന് ആളെ വിളിക്കുന്നത്. ആദിത്യൻ ആളെ വിളിക്കുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. അങ്ങനെ അറിയുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവം, പഴഞ്ഞി നാട് നടുങ്ങിയ ഒരു സംഭവം തന്നെ. ഇപ്പോൾ വീട്ടിലേക്ക് ഇനി കൂടുതൽ ഫോറൻസിക്കിൻ്റെ പരിശോധനകൾക്ക് മുതിരുകയാണ്. എന്തായാലും പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നാടിനെ നടുക്കിയ ദുരന്തത്തിൽ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പ്രത്യേകിച്ച് സിബിയെല്ലാം, ഈ കുടുംബമെല്ലാം, സമീപത്തൊക്കെ നിരവധി വീടുകളുണ്ട്, പക്ഷെ അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ആദിത്യൻ മകൻ പോലീസിലേക്ക് അറിയിച്ചപ്പോഴാണ് അവരെല്ലാവരും ഇത് അറിയുന്നത്. പോലീസ് തന്നെയാണ് അടുത്ത വീട്ടിൽ അറിയിക്കാനും പറയുന്നത്. ഇപ്പോൾ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പഴഞ്ഞിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.
ഗുരുവായൂരിൽ കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. മരണം സംഭവിച്ചത് കിണറ്റിൽ വെച്ചെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക നിഗമനം. കഴുത്ത് ഞെരിച്ചതിൻ്റെയും വായ പൊത്തിപ്പിടിച്ചതിൻ്റെയും ലക്ഷണങ്ങളുണ്ട്. ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശനിയാഴ്ച രാത്രിയാണ് ചേലക്കര സ്വദേശിനിയെ ഗുരുവായൂരിലെ വാടക കെട്ടിടത്തിന്റെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ദുരിതത്തിൽ. 30ഓളം തെരുവുനായ്ക്കളാണ് പ്രദേശത്ത് കൂട്ടമായി വിഹരിക്കുന്നത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരും സ്കൂൾ കുട്ടികളുമടക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ ഭീതിയിലാണ്. കോടതി വിധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് ലംഘിച്ച് പ്രദേശവാസികളായ 2 വ്യക്തികൾ സ്ഥിരമായി തെരുവുനായകൾക്ക് ഭക്ഷണം നൽകുന്നത് ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഭക്ഷണത്തിനായി നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നത് കാൽനട ഇരുചക്രവാഹന യാത്രികർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏറെ നാളായി തുടരുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടികൾ ഒന്നുമായില്ല. ചാമുണ്ടേശ്വരി അമ്പലത്തിന്റെ അവിടെ നിന്ന് ഗുരുവായൂർക്ക് പോകുന്നത് ശ്രീകൃഷ്ണ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന റോഡുമാണ്. അതിൽ തെരുവുനായ്ക്കളുടെ ശല്യം വളരെയധികം കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിന് കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നുള്ള വിധി ഉള്ളപ്പോൾ തന്നെ 1-2 പേര് സ്ഥിരമായിട്ട് ഈ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് അവരവിടെ ക്യാമ്പ് ചെയ്യാണ്. നായ്ക്കള് എല്ലാ വഴി എത്രയോ വൃദ്ധരായ സ്ത്രീകള് അമ്പലത്തിലേക്ക് പോകുമ്പോഴും പിന്നെ കുട്ടികൾ പോകുമ്പോഴും അവരെ ആക്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളൊരു 13 വീട്ടുകാര് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊരു നടപടി ഉണ്ടാവണം. ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടുന്ന് ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദിവസേന 100 കണക്കിന് ഭക്തർ എത്തുന്ന ഗുരുവായൂരിലെ പ്രധാന പാതകളിലൊന്നായ ചാമുണ്ടേശ്വരി റോഡിലെ തെരുവുനായ ശല്യത്തിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV ഗുരുവായൂർ. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ 11-കാരന് തെരുവുനായയുടെ കടിയേറ്റു. കിഴക്കേനടയ്ക്ക് സമീപം താമസിക്കുന്ന മറ്റൂക്കാരൻ ബിനുവിന്റെ മകൻ രുദ്രവ് ശങ്കറിനാണ് കടിയേറ്റത്. കിഴക്കേനടയിൽ തമ്പടിച്ചിരുന്ന നായ്ക്കളുടെ കൂട്ടത്തിലൊരു നായ രുദ്രവിനെ കടിക്കുകയായിരുന്നു. കാലിൽ പരിക്കേറ്റ രുദ്രവ് ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നാട്ടുകാർക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KR അശോകൻ, KA ഹൈദ്രോസ്, കോൺഗ്രസ് നേതാക്കളായ RB മുഹമ്മദ് അലി, CB ജയലക്ഷ്മി, സൈനുദ്ദീൻ കാട്ടകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തിത്തുറന്ന് കവർച്ച. ബ്ലാങ്ങാട് ജുമാത്ത് പള്ളിക്കടുത്ത് പള്ളത്ത് മനക്കൽ അബ്ദുൽ കരീമിന്റെ വീട്ടിലാണ് ഞായറാഴ്ച വൈകിട്ടോടെ കവർച്ച നടന്നത്. അബ്ദുൽ കരീമും ഭാര്യയും മക്കളും സുഹൃത്തിന്റെ മകന്റെ വിവാഹത്തിന് തൃശൂരിലേക്ക് പോയ സമയത്താണ് മോഷണം നടന്നത്. രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിലെ കിടപ്പുമുറിക്ക് സമീപത്തെ പ്രാർത്ഥനാമുറിയിലെ സ്റ്റീൽ അലമാര പൊളിച്ച നിലയിൽ കണ്ടത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ മോതിരങ്ങൾ, മാല, ലോക്കറ്റ്, സ്വർണ്ണ കോയിൻസ് എന്നിവയും പണവും നഷ്ടപ്പെട്ടു. വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. മുകളിലത്തെ മുറികളിലെ അലമാരകളും മറ്റു സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. ചാവക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബ്ലാങ്ങാട് കവർച്ച നടത്തിയത് വീടിനെക്കുറിച്ച് അറിയാവുന്നവരെന്ന് സംശയം. വീണ്ടും ഒരു കവർച്ച. ചാവക്കാട് കല്ലു ബ്ലാങ്ങാട് ആണ് കവർച്ച നടന്നത്. വീട്ടിലുള്ളവർ കല്യാണത്തിന് പോയി പുറത്തു വരുന്നതിനിടയിൽ 4:00-നും രാത്രി 9:00-നും ഇടയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവ്, ഈ വീട്ടിൽ CCTV ഉണ്ട്. മോഷ്ടാവ് ഈ വഴിയിലൂടെ കടന്ന് മതിലിലൂടെ ഇതിന് മുകളിലേക്ക് കയറി വീടിന് പുറകിലേക്ക് എത്തുകയായിരുന്നു. വീടിന് പുറകിലെത്തിയാൽ നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും. വീടിന് പുറകിലെത്തി ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഗ്രിൽ വിരലുകൾ കൊണ്ട് പുറത്തുനിന്ന് വിരലുകൾ കൊണ്ട് ഗ്രില്ല് തുറന്നതിന് ശേഷം മോഷ്ടാവ് ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇവിടെ എത്തി എല്ലാ വീടുകളിലും കാണാം നമുക്ക് ടെറസിന് മുകളിലേക്ക് കടക്കാനുള്ള ഒരു വാതിലുണ്ടാവും. ഈ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വാതിലിൽ ഉറക്കെ അടിക്കുകയായിരുന്നു. ആ അടിയുടെ ആഘാതത്തിൽ അതിന് മുകളിലുള്ള കുറ്റി, ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എത്രമാത്രം ഈ വീടിന് പിറകിൽ വെക്കുന്ന വാതിലിന് എത്രമാത്രം സുരക്ഷയുണ്ട് എന്നുള്ളത്. ഇവിടെയുള്ള ആ സാക്ഷ അത് തെറിച്ച് വീഴുകയായിരുന്നു. ഇതിലൂടെ ഈ മോഷ്ടാവ് താഴേക്ക് ഇറങ്ങി, ഈ കോണിപ്പടിയിലൂടെ താഴേക്ക് ഇറങ്ങി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി അറിയാൻ സാധിക്കുന്ന, സ്ഥലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഇത്ര കൃത്യമായി എവിടെയാണ് സ്വർണം ഇരിക്കുന്നതെന്നും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഇവിടെ ഇറങ്ങിയതിന് ശേഷം
ഈ മുറിയിലെ അലമാരയിലാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ മുറിയിലെ അലമാരയിൽ നിന്ന് ആഭരണങ്ങൾ 5.5 പവനോളം സ്വർണം അല്ലേ? 5.5 പവൻ സ്വർണം അല്ലേ? അതെ, 5 പവനോളം വരും. ഈ വാതിൽ പൂട്ടിയിരുന്നോ? ഈ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 9-10 കൂടിയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ വന്നപ്പോഴാണ് മോളിലത്തെ ഡോറ് തുറന്ന് എടുക്കണതും പിന്നെ ഈ റൂമിൽ അലമാര തുറന്ന് എടുക്കണതും സാധനങ്ങളൊക്കെ. ഡ്രസ്സൊന്നും വലിച്ചിട്ടിട്ടില്ല, പക്ഷേ ഉള്ളിലത്തെ ലോക്കറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പെട്ടികളും കാര്യങ്ങളൊക്കെ താഴെ കിടക്കുമായിരുന്നു. കൃത്യമായി തന്നെ സ്വർണ്ണമിരിക്കുന്ന ഇടം അറിയാവുന്ന ഒരാളെ പോലെയാണ് കവർച്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ കല്ലുബ്ലാങ്ങാട് മേഖലയിൽ സമീപകാലത്ത് കവർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, കയ്പമംഗലം മേഖലയിൽ, തീരമേഖലയിൽ ധാരാളം കവർച്ചകൾ നമ്മൾ സമീപകാലത്തായി കേൾക്കുന്നതാണ്. എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം. സ്വർണ്ണത്തിന് വില കൂടിയതോടുകൂടി മോഷ്ടാക്കളുടെ എണ്ണവും മോഷണങ്ങളും ഏറിയിട്ടുണ്ട്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം മുകേഷ് ലാൽ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. മുന്നറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നതായി പഞ്ചായത്ത്. വേണ്ടത്ര മുൻകരുതലോ ആസൂത്രണമോ ഇല്ലാതെ ദേശീയപാത അതോറിറ്റി പുതുക്കാട് മേൽപ്പാലത്തിന്റെ പണി ആരംഭിച്ചതോടെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതായി പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. മുൻകൂട്ടിയുള്ള അറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരുമായും ദേശീയപാത അധികൃതർ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. മേൽപ്പാലത്തിന് ഇരുവശത്തുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ എന്നിവയുണ്ട്. പണി പൂർത്തിയാകുമ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള വഴികൾ അടയുമെന്ന ആശങ്കയും ഉയരുന്നു. പദ്ധതിയുടെ അന്തിമ രൂപരേഖ പരസ്യപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമാകില്ലെന്നും കൃത്യമായ ഡിസൈൻ ലഭ്യമാക്കിയാൽ മാത്രമേ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയൂ എന്നും ഭരണസമിതി വ്യക്തമാക്കി. പരാതികൾ ചർച്ച ചെയ്യുന്നതിനായി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി യോഗം ചേരാൻ തീരുമാനിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ആലോചനയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, വൈസ് പ്രസിഡന്റ് KJ ജോജു എന്നിവർ അറിയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ആമ്പല്ലൂർ അടിപ്പാതയുടെ പാർശ്വഭിത്തി പുറത്തേക്ക് തള്ളിയ സംഭവത്തിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അടിപ്പാതയുടെ വശം പുറത്തേക്ക് തള്ളുന്നത് 30 മീറ്റർ നീളത്തിൽ കാണാനാകും. വടക്കുഭാഗത്ത് 2 ഇടങ്ങളിൽ മേൽഭാഗത്ത് തള്ളി നിൽക്കുന്നുണ്ട്. 7 മീറ്ററിലധികം വരുന്ന ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തെ അപകടാവസ്ഥ കോൺക്രീറ്റ് സ്ലാബുകൾ ക്രമരഹിതമായി അടുക്കിയതിനാൽ സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കണം. നിർമ്മാണത്തിന് മുൻപ് മാനദണ്ഡപ്രകാരമുള്ള മണ്ണ് പരിശോധന നടത്തിയോ എന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് സൂചനാ ബഹുജന മാർച്ച് നടത്തി. പൗണ്ട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റേഞ്ച് ഓഫീസിന് മുന്നിൽ സമാപിച്ചു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കർഷക സ്വരാജ് സമിതി ജില്ലാ കൺവീനർ ടി.കെ. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് ഇ.എ. ഓമന അധ്യക്ഷത വഹിച്ചു. വനാതിർത്തികളിൽ ട്രഞ്ചുകൾ തീർത്ത് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാലപ്പള്ളി, പുലിക്കണ്ണി, കവരംപള്ളി പ്രദേശത്ത് തമ്പടിച്ച് കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാൻ RRTയുടെ സേവനം ശക്തമാക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. സമരസമിതി നേതാക്കളായ KV പുരുഷോത്തമൻ, TV ശിവദാസൻ, EA ഉമ്മർ, KA മനോജ്, VT വിൽസൺ, മജീദ് മാടക്കൽ, മോളി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷാദ്, സുഹ്ര മജീദ്, സതി രവി, അന്തോണി പൊന്നാരി, ലൈസ ജിജോ, ആൻസി തോമസ്, ഷിൽജി എന്നിവർ പങ്കെടുത്തു. തിരുവല്ലോമല മലേശമംഗലത്ത് അച്ഛനോടൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. അംബേദ്കർ ഗ്രാമം സ്വദേശി പ്രസാദ് മകൻ ആർദ്രവാണ് മരിച്ചത്. ചന്ദ്രാപിന്നിയിൽ മൊബൈൽ ഷോപ്പിലെത്തി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ സൂരജ്, ഒല്ലൂർ പൊന്നൂക്കര സ്വദേശി പുറങ്ങാപ്പറമ്പിൽ വിഷ്ണു എന്നിവരാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഷോപ്പിലെത്തിയ ചാമക്കാല സ്വദേശി കൊച്ചിക്കാട്ട് വീട്ടിൽ യദുവിനെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മദ്യലഹരിയിലെത്തിയ ഇവർ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് കീച്ചയിലുണ്ടായിരുന്ന കത്രിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. മർദ്ദിച്ച ശേഷം യദുവിൽ നിന്ന് 1000 രൂപയും തട്ടിയെടുത്തു. ഷോൾഡറിലും പുറത്തും കുത്തേറ്റ യദു ആശുപത്രിയിൽ ചികിത്സ തേടി. എരുമപ്പെട്ടി സെന്റ് മേരീസ് ആശുപത്രിക്ക് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. നെല്ലുവായി പടിഞ്ഞാറൻ തീയത്ത് വീട്ടിൽ സബിത, ബൈക്ക് യാത്രക്കാരനായ മുള്ളൂർക്കര സ്വദേശി കുറുവാൻ വീട്ടിൽ വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പാറയമ്പാടത്ത് കണ്ടെയ്നർ ലോറി തട്ടി റോഡിലേക്ക് വീണ വയർ കഴുത്തിൽ കുരുങ്ങി സഹോദരങ്ങളായ സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് പ്രിയദർശിനി റോഡിൽ താമസിക്കുന്ന വാരിക്കുന്നത്ത് വീട്ടിൽ ഹഫ്സ, അമീറ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലവർഷം കനത്തതോടെ നിറഞ്ഞൊഴുകി കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുകയാണ് കൊടുമ്പ് ചാത്തൻചിറ ചെക്ക് ഡാം. തടാകത്തിന്റെ ഭംഗി ആസ്വദിച്ച് കാടിനരികിലൂടെയുള്ള യാത്രയാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. വടക്കാഞ്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മനോഹരമായ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയൊരുക്കുന്ന കാനന കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർ മനം നിറഞ്ഞ് ഇവിടെ നിന്ന് തിരികെ പോകൂ. 3 വശവും വനവും കുന്നുകളുമുള്ളതാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വണ്ടിയായിട്ട് വരുന്നവർക്ക് കാറായിട്ട് ആക്സസും എല്ലാ കാര്യങ്ങളും ഉള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണുള്ളത്. വളരെ വൈബുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവരും വരിക. അകമല കാടുകളിൽ നിന്നുള്ള നീരൊഴുക്കാണ് ചാത്തൻചിറയെ ജലസമ്പന്നമാക്കുന്നത്. കടുത്ത വേനലിലും കാട്ടിൽ നിന്ന് നീരൊഴുക്കുള്ളതിനാൽ ചിറ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കും. ശരിക്കും മഴക്കാലത്ത് എനിക്ക് വളരെ നല്ലൊരു എൻജോയ്മെന്റിന് പറ്റിയ സ്ഥലമാണ്. നല്ലൊരു ഇതാണ്. ഇപ്പൊ ആദ്യം ആൾക്കാരൊന്നും വന്നിരുന്നില്ല. ഇപ്പൊ സൺഡേസിലൊക്കെ ആൾക്കാരെ അടിപൊളിയാണ്. 200 വർഷം മുൻപ് ശർക്കര, ചുണ്ണാമ്പ് മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാം 2016 നവീകരിച്ചു. ഡാമിലെ ചെളി വാരി നീക്കുകയും ആഴം കൂട്ടി ഇരുകരകളും ബലപ്പെടുത്തി പുതിയതായി വാൽവ് നിർമ്മിക്കുകയും സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മീറ്ററോളം ഉയരവും 100 മീറ്ററോളം വീതിയുമുള്ള ഡാമിന്റെ കെട്ടിന് 4.5 ഏക്കറോളം വിസ്തൃതിയുണ്ട്. വടക്കാഞ്ചേരി, എരുമപ്പെട്ടി മേഖലകളിലെ പ്രധാന കൃഷിയിടങ്ങളെല്ലാം ചാത്തൻചിറയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡാമിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളം കൊടുമ്പ്, കാഞ്ഞിരക്കോട് പാടശേഖരത്തിലൂടെ ഒഴുകി പള്ളിമണ്ണയിലെത്തി വടക്കാഞ്ചേരി കേച്ചേരി പുഴയെ ശക്തിപ്പെടുത്തുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ കാഞ്ഞിരക്കോട് സെന്ററിൽ നിന്നും BMBC നിലവാരത്തിലുള്ള റോഡും ചാത്തൻചിറയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നു. പ്രാദേശിക ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഈ കാലത്ത് ചാത്തൻചിറ ഡാം പ്രദേശവാസികൾക്ക് മാത്രമല്ല ജില്ലയ്ക്ക് തന്നെ അഭിമാനമാണ്. മഴ പെയ്താലാണ് ചാത്തൻചിറ കൂടുതൽ മനോഹരമാവുക. എന്നിരുന്നാലും എല്ലാ കാലത്തും വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് കൊടുമ്പ് ചാത്തൻചിറ. കുട്ടമഞ്ചയും അതുപോലെ തന്നെ ബോട്ട് സർവീസും എല്ലാം സജ്ജമാക്കിയ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ മനോജ് ഓർമ്മയ്ക്കൊപ്പം ശ്രീധരപ്പെട്ടി. എസ് ജാനകിയുടെ വിയോഗത്തിൽ യുവഗായിക VS കൃഷ്ണ സംഗീതാഞ്ജലി അർപ്പിച്ചു. ജാനകിയെ അനശ്വരമാക്കിയ ഗാനങ്ങൾ ആലപിച്ചാണ് കൃഷ്ണ തന്റെ പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചത്. പാലക്കാട് കൂറ്റനാട് സ്വദേശിയായ VS കൃഷ്ണ നിരവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്.
പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ വൈദ്യുത ദീപാലങ്കാരം വേറിട്ടതായി. ഫിഫ വേൾഡ് കപ്പ് പ്രമേയമാക്കിയാണ് ഇത്തവണ ദീപാലങ്കാരം ഒരുക്കിയിരിക്കുന്നത്. പാലയൂർ പ്രവാസി UAE ഖത്തർ കൂട്ടായ്മയാണ് ഈ മനോഹര ദൃശ്യവിരുന്നിന് പിന്നിൽ. തിരുനാളിനെത്തിയ വിശ്വാസികൾക്ക് പുറമെ ഫുട്ബോൾ പ്രേമികളായ നിരവധി ആളുകളാണ് ഈ അപൂർവ കാഴ്ച ആസ്വദിക്കാനായി പാലയൂർ പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ശ്രമിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അന്നഗര എലവത്തൂർ റോഡ് ജംഗ്ഷനിൽ നടന്ന ധർണ DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NR അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ MB സെയ്ദ് മുഹമ്മദ്, KR വിശ്വനാഥൻ, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് MG റോഡ് റെസിഡൻസ് അസോസിയേഷൻ ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർക്ക് നിവേദനം നൽകി. നിരന്തരമായി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ചുവന്ന മണ്ണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഒരാഴ്ചക്കിടെ 2 ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആളുകൾ നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന നിരവധി സ്ഥാപനങ്ങൾ റോഡിന് ഇരുവശത്തുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ വടക്കഞ്ചേരി റോയൽ ജംഗ്ഷൻ മാതൃകയിൽ ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MG റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജൻ ജോർജ്, സെക്രട്ടറി ബേസിൽ വർഗീസ് എന്നിവർ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. വാടാനപ്പള്ളി സ്വദേശി നസീബ് ദുബായിൽ നിന്ന് ബൈക്കിൽ യാത്ര ആരംഭിച്ച് 70 ദിവസം പിന്നിട്ട് വാടാനപ്പള്ളിയിൽ തിരിച്ചെത്തി. സഞ്ചാരിയും വാടാനപ്പള്ളി ഫ്രണ്ട്സ് അസോസിയേഷൻ അംഗവുമായ നസീബിന്റെ ബൈക്ക് യാത്ര മറ്റൊരു ചരിത്രമായി. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ യാത്രകൾക്ക് ശേഷമാണ് ഇക്കുറി നസീബ് തന്റെ ബൈക്കിൽ UAEയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് ലോങ് റൈഡ് നടത്തിയത്. മനുഷ്യത്വം കൊണ്ട് അതിരുകൾ ഇല്ലാതാക്കുക, സ്നേഹം കൊണ്ട് വിദ്വേഷങ്ങളെ നേരിടുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് മെയ് 3 രാവിലെ 8:30 ദുബായ് ഫ്രെയിമിനെ സാക്ഷിയാക്കി ദുബായിൽ നിന്ന് നസീബ് യാത്രയ്ക്ക് തുടക്കമിട്ടത്. 12 രാജ്യങ്ങളുടെ സംസ്കാരവും ഭൂപ്രകൃതിയും തൊട്ടറിഞ്ഞുള്ള യാത്രയായിരുന്നു അത്. UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇറാഖ്, സിറിയ, തുർക്കി, ജോർജിയ, റഷ്യ, കസാഖിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലൂടെയായിരുന്നു സഞ്ചാരം. വാടാനപ്പള്ളി പുതിയ വീട്ടിൽ അഹമ്മദ് ഹാജിയുടെ മകനായ മുഹമ്മദ് നസീബ് ദുബായിൽ ഇന്റീരിയർ ഡിസൈനറാണ്. യാത്ര നല്ല അനുഭവമാണ് നൽകിയതെന്നും ദൈവം സഹായിച്ച് സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ വീണ്ടും യാത്രകൾ നടത്തുമെന്ന് നസീബ് പറഞ്ഞു. യാത്ര കഴിഞ്ഞെത്തിയ നസീബിന് വാടാനപ്പള്ളി പൗരാവലി ഊഷ്മള സ്വീകരണം ഒരുക്കി. സ്വീകരണ സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് KN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന താജു, CB സുനിൽകുമാർ, സുധർമ്മൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. അന്തിക്കാട് ഹൈസ്കൂളിന്റെയും PGM LP സ്കൂളിന്റെയും മുൻഭാഗത്തെ പൊതുമരാമത്ത് റോഡ് തകർന്നു. മഴ പെയ്ത് വെള്ളം നിറയുന്നതോടെ റോഡിലെ കുഴികൾ അറിയാതെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. ആഴ്ചകൾക്ക് മുൻപേ സമാന രീതിയിൽ തകർന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. കനത്ത മഴ പെയ്തതോടെ റോഡിലെ കുഴികൾ അടച്ച ടാറും മെറ്റലുമൊക്കെ ഒഴുകിപ്പോയി ഗർത്തങ്ങളായിരിക്കുകയാണ്. വിദ്യാലയങ്ങളിലേക്കും മദ്രസയിലേക്കും നടന്നും സൈക്കിളിലും മറ്റുമായി എത്തുന്ന കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. റോഡിന്റെ ശോചനീയ സ്ഥിതി പരിഹരിച്ച് അപകട സാധ്യത ഇല്ലാതാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുട്ടനെല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 4 വർഷ ബിരുദ ക്ലാസുകളുടെ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സാബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ D. ശ്രീപാർവതി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഹരീഷ് മോഹൻ, ഡോക്ടർ R. സ്മിത, PTA വൈസ് പ്രസിഡന്റ് MD റോയി തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പ് ആദരിച്ചു. ഹരി ഇല്ലത്ത്, രവി കൂനത്ത്, റഫീഖ് കടവല്ലൂർ, AC ഗീവർ എന്നിവരെയാണ് ആദരിച്ചത്.
VK രാജൻ, റെന്നി ചെറുവത്തൂർ, ഷിജു ചുമ്മാർ, തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ബുധനാഴ്ച സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കും. വിവിധ സാങ്കേതിക സർവകലാശാലകളിൽ നിന്ന് 25 ലക്ഷം രൂപ വരെ എഞ്ചിനീയറിംഗ് സഹായം ലഭ്യമാക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സംഗമം വേദിയാകും. സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംരംഭകർക്ക് ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും കോൺക്ലേവ് അവസരമൊരുക്കും. പരിപാടിയുടെ ഭാഗമായി സംരംഭകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സെഷനുകളും വിദഗ്ധർ പങ്കെടുക്കുന്ന ചർച്ചകളും നടക്കും. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും മികച്ച വിജയം നേടിയ സ്കൂളുകളെയും ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷക്കീല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീബ അജയകൃഷ്ണൻ, IN സുധീഷ്, PK സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജിൽ കിക്കോറ ആഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം ഉദ്ഘാടനം ചെയ്തു. കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന ഫുട്സാൽ മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കൺവീനർ ജെർലിൻ സ്കറിയ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, കായിക വിഭാഗം മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി വെറ്ററേറിയൻസ് ക്ലബ്ബ് വൺ ഹെൽത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച മാള മെറ്റ്സ് ക്യാമ്പസിലാണ് പരിപാടി നടക്കുക. സംഘടകരായ ഡോക്ടർ US രാമചന്ദ്രൻ, ഡോക്ടർ ഷാജി പണിക്കശ്ശേരി, പ്രൊഫസർ ജോർജ് കോലഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നകര കടാംതോട് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ടു. പറപ്പൂർ ഭാഗത്തു നിന്നും പാവർട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ റോഡിന്റെ എഡ്ജിൽ വീഴുകയും സമീപത്തെ കമ്പിവേലിയുടെ കോൺക്രീറ്റ് തൂണിൽ ഇടിക്കുകയുമായിരുന്നു. കാറിന്റെ മുൻഭാഗത്തെ ഒരു വശം തകർന്ന നിലയിലാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 21ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ നടന്നു. നവീകരിച്ച ഓഫീസ് മുഖമണ്ഡപത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും VK രാജൻ നിർവഹിച്ചു. കുടുംബസംഗമം സീനിയർ അംഗം VM കൊച്ചു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,100 രൂപ, പവന് 1,04,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം പഴഞ്ഞിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ആശുപത്രിയിൽ ചികിത്സയിൽ. ഗുരുവായൂരിൽ കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കഴുത്തു ഞെരിച്ചതിന്റെയും വായ പൊത്തിപ്പിടിച്ചതിന്റെയും ലക്ഷണങ്ങൾ കണ്ടെത്തി. ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഗുരുവായൂർ ചാമുണ്ടേശ്വരിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പ്രദേശത്ത് വിഹരിക്കുന്നത് 30ഓളം തെരുവുനായ്ക്കൾ. അന്നമനടയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ 11-കാരന് തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തിത്തുറന്ന് കവർച്ച. 5.5 പവനും പണവും നഷ്ടപ്പെട്ടു. മോഷ്ടാവ് അകത്ത് കയറിയത് വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രില്ല് പൊളിച്ച്. മുന്നറിയിപ്പില്ലാതെ ദേശീയപാത സർവീസ് റോഡ് അടച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നതായി പഞ്ചായത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ